വൻദോഷമിൽ നാലാണ് പലിശ സഹോദര, അത് അഗ്നികുണ്ഠം തന്നെ അടിമുടി താഴ്വര. ശൈത്താൻ്റെ ഉപദ്രവമേറ്റ് മജ്നൂൻ പോലെയായി എഴുന്നേൽക്കും അവനെന്നാണ് ഖബറിൽ നിന്നുമായി. ഖുർആൻ ശരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ. അൽ ബഖറയിൽ നീ നോക്കിയാൽ കാണുന്നതാ. മുഖം കുത്തി വീഴും വീണ്ടും എഴുന്നേൽക്കുന്നതാ. ഈ രീതിയിൽ അവൻ മഹ്ശറിൽ എത്തുന്നതാ. സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകാതെ തടയപ്പെടും, ഉരുകുന്നതാ വല്ലാതെ. അവർക്കുള്ള വയറ് വീർത്ത് വീങ്ങി ഉരുണ്ടതാ. അതിനുള്ളിൽ മുഴുവൻ പാമ്പ് കൊണ്ട് നിറഞ്ഞതാ. തിന്നുന്നവൻ തീറ്റുന്നവൻ എഴുതുന്നവൻ അതുപോലെ തന്നെ സാക്ഷിയായി നിൽക്കുന്നവൻ. ലഅനത്ത് നബിയിൽ നിന്നിവർക്കെല്ലാവർക്കും വന്നെന്ന് മുസ്ലിമിലുണ്ട്, നോക്കാം ആർക്കും. ഇത് ആദ്യമിൽ കൂമ്പാരമായി കണ്ടാലും ദീർഘായുസ്സും ഇല്ലാത്തതാണ് ആമാലും എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. സവാജിറിൽ നീ നോക്ക് ഒന്നിൽ വന്നതാ. നശിപ്പിക്കുവാൻ പല മാർഗവും അതിലേക്ക് ഇറക്കുന്നതാണെന്നുള്ളതും ഒന്നോർക്ക്. അതുമാത്രമല്ല അവനുള്ള സദഖകളൊന്നും സ്വീകാര്യമല്ലെന്നാണ് അമലുകളൊന്നും. കൈവിട്ട് കളയും മരണസമയം മുതലിത്. ഖബറിൽ കടന്നാൽ ശിക്ഷയാണ് അതിനുള്ളത്. പതിവാക്കി വന്നാൽ പലിശയും അത് കൊണ്ട്. പുറത്താകുവാൻ മതിദിൻ വെടിഞ്ഞും കൊണ്ട്. കാക്കൻ്റെ റബ്ബേ അപകടം ഇതിൽ നിന്ന് മരിപ്പിക്കണേ ഇസ്ലാമിലായി തന്നന്ന്. അവൻ പലിശ വാങ്ങുന്നെന്നറിഞ്ഞാൽ പിന്നെ തടയേണ്ടതാണ് ഹാക്കിമും ഉടൻ തന്നെ. കേൾക്കാതെ വന്നാൽ ഹബിസിടൽ വേണ്ടുന്നതാ. യുദ്ധം നടത്തണമെങ്കിലും ചെയ്യേണ്ടതാ. ഇത് ഹാസിനിൽ നീ നോക്കിയാൽ കാണുന്നതാ. അതിനുള്ള 100 അതിൽ വിവരിച്ചതാ.